ഇതാണ് നത്തിങ്ങിൻ്റെ ലൈറ്റ് എത്തുന്ന ഫോൺ. ഇപ്പോൾ നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള CMF അവരുടെ ആദ്യത്തെ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് CMF ഫോൺ 1. അപ്പോൾ നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിസൈനിലൊരു പ്രത്യേകതയുള്ളൊരു ഫോണായിട്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. ഇതാണ് CMF ഫോൺ 1, അതായത് പൊളിച്ചെടുക്കുന്ന ഫോൺ. പൊളിച്ചെടുക്കുന്ന ഫോണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ബാക്കിലെ കേസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പൊളിച്ചെടുക്കുന്ന ഫോണെന്ന് പറയാൻ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. CMFനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ CMF വാച്ച് പ്രോയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് ഞാനിവിടെ കാർഡിലെങ്ങാനും കൊടുത്തേക്കാം, അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് റിവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് പുതിയ ഫോൺ. അതായത് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കേസ് മാറ്റി നമുക്ക് വേറെ കളറുള്ള കേസൊക്കെ ഇവരുടെ തന്നെ ഓർഡർ ചെയ്തിട്ട് മാറ്റിയിടാമെന്നുള്ളതൊക്കെയാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് കൂടെ കാണിക്കണമെന്ന് താല്പര്യം ഇല്ലാഞ്ഞിട്ടില്ല. നമ്മുടെ ഓപ്പൺ ബോക്സ് ഡെലിവറി പരിപാടി കാരണം ഇപ്പോൾ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതിന് തന്നെ ചാർജറില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോണുണ്ട്, ഒരു C2C കേബിൾ ഉണ്ട്, ഒരു സിം ഇജക്ടർ പിന്നുണ്ട്, പിന്നെ കുറേ പേപ്പർ പരിപാടി ഉണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൽ ഓൾറെഡി അപ്ലൈഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു സ്ക്രീൻ പ്രൊട്ടക്ടറും ഉണ്ട്. ഇതാണ് പെട്ടിക്കകത്തുള്ളത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റർചേഞ്ചബിൾ ബാക്ക് കേസ് തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഊരി കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഫോണിൻ്റെ കൂടെ ഇത് അഴിക്കാനുള്ള ടൂളും കൂടെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ സിം ഇജക്ടർ മാത്രമേ ഉള്ളൂ. ആ ടൂൾ കിട്ടണമെങ്കിൽ നമ്മൾ ആ കേസ് മേടിക്കണം. ഇതിപ്പോൾ അങ്ങേറ്റം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് വേണം ഊരി കാണിക്കാം, ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഈ 4 സ്ക്രൂ നമ്മൾ പുതിയൊരു കേസ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടൂൾ വരും. അത് വെച്ചിട്ട് ഈ 4 സ്ക്രൂ അഴിക്കുക, എന്നിട്ട് ഈ നോബ് അഴിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക് കേസ് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് മേടിക്കുന്ന കേസ് ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പം മേടിക്കുന്നപ്പോൾ ഒരു ഓറഞ്ച് കേസാണ് നോക്ക്. 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ കളർ ഓപ്ഷൻ എന്നുള്ളത് ഞാനിവിടെ കാണിച്ചേക്കാം. ഇപ്പോൾ ഓറഞ്ച് കേസ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഓറഞ്ച് നോബ് കാണും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലാക്ക് നോബ് ആ കൂടെ ഇട്ടിട്ട് തന്നെ പല കളറിൽ പല കോമ്പിനേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കേസ് മാറ്റാവുന്നതുകൊണ്ട് തന്നെ കവർ ഇട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്ക്രാച്ച് ആവുമോ പൊട്ടിപ്പോവോ എന്നുള്ളൊരു ടെൻഷനിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പം അങ്ങേറ്റം ഇത് സ്ക്രാച്ച് ആയാലും നമുക്ക് വേറെ കേസ് മേടിച്ചിട്ട് ഇടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കവർ ഇട്ട് ആ ഒരു ഫോണിൻ്റെ ഫീല് കളഞ്ഞത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കേസിന് വരുന്നത് പെർ യൂണിറ്റ് 1500 രൂപയാണ് വരുന്നത്. 1500 എന്ന് പറയുന്നത് നോർമൽ ഒരു കവറിൻ്റെ പ്രൈസ് അല്ല, ഒരു സ്പൈസിൻ്റെ ഒക്കെ കവറിൻ്റെ ഒരു പ്രൈസ് വരും. എന്നാലും നമുക്ക് ആ ഒരു ഫീല് ഫോണിൻ്റെ ഫീലോട് കൂടി തന്നെ യൂസ് ചെയ്യാം. വെറുതെ കവറിട്ട് ആ ഒരു ഫീല് കളയാൻ നിൽക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേസ് പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഒരു വീഗൻ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഇത് കാണുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഇൻഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് ഫോൺ 1 ഫോൺ 2 ഒക്കെ പോലെ തന്നെ ഉള്ളൊരു ഫീല് വരുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു ഫീല് വരുന്നുണ്ട്. ചെറിയതായിട്ടൊരു എന്താ പറയുക, ആ ഒരു അത്ര ഒരു നല്ലൊരു ഫീൽ നമുക്ക് തോന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൽ തന്നെ ഈ ഫോണിൻ്റെ മറ്റൊരു കീ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ കൂടെ വരുന്ന കുറച്ച് ആക്സസറീസ്. കൂടെ വരുന്നതെന്ന് വെച്ചാൽ ഫോൺ മേടിക്കുമ്പോൾ കിട്ടില്ല, സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. അതായത് ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ലാൻഡിയാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളി വരുന്നുണ്ട്, പിന്നെ ഒരു കാർഡ് ഹോൾഡറും വരുന്നുണ്ട്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ്. എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. പിന്നെ വരുന്നത് ലാൻഡിയാർഡ് എന്നാണ് CMF പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വള്ളി. അതായത് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുമോ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുമോ എന്ത് വേണേൽ കാണിക്കാം. അതായത് ഈ സൊമാറ്റോയിലെ സ്വിഗ്ഗിയിലൊക്കെ ഡെലിവറി ബോയ്സ് ഈ മഴയത്തൊക്കെ വരുമ്പോൾ ഒരു കവറൊക്കെ ഇട്ടിട്ട് കഴുത്തൊക്കെ ഇട്ട് തൂക്കിയിട്ടുണ്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്കിനി വേറെ വള്ളി അന്വേഷിച്ച് പോകണ്ട. ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ വള്ളിയുണ്ട്, ഇട്ടുകൊണ്ട് നടക്കാം. ഓക്കെ. പിന്നെ വരുന്നത് കാർഡ് ഹോൾഡറാണ്. അതായത് നമ്മുടെ ആപ്പിൾ ഐഫോണിൻ്റെ ഒക്കെ വാലറ്റ് എന്ന് പറയുന്ന പരിപാടി തന്നെ. പക്ഷേ ഐഫോണിലെ വാലറ്റ് പോലെ നേരെ കൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ കയറി സ്റ്റിക്ക് ആവില്ല. കാരണം ഐഫോണിൽ ഇവിടെ മാഗ്നറ്റ് വരുന്നുണ്ട്, അതായത് വയർലെസ് ചാർജിങ്ങിൻ്റെ മാഗ്നറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് അറ്റാച്ച് ആവും. ഇതിൽ വയർലെസ് ചാർജിങ് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അറ്റാച്ച് ആവില്ല. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം നമ്മൾ ആദ്യം ഈ സ്ക്രൂ വെച്ചിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കാർഡ് ഹോൾഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ആയിട്ട് അവിടെ ഇരുന്നോളൂ. പിന്നെ ആക്സസറീസിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ ആക്സസറീസും 799 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ
കേസിന് 1500 രൂപ, ആക്സസറീസിന് 799 രൂപ. ഇതെല്ലാം കൂടി ഇപ്പോൾ ഒത്തിരി പ്രൈസ് ആയില്ലെന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം മേടിച്ചാൽ മതി. അതും പോരായിട്ട് ഈ ഫോൺ വരുന്നത് വെറും 15,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത്ര ഒരു ബഡ്ജറ്റിലാണ് ഇവർ ഇത്രത്തോളം ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ 1 ലക്ഷം രൂപയ്ക്കും 1.5 ലക്ഷം രൂപയ്ക്കും ഒക്കെ എല്ലാ വർഷവും ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കൊണ്ടുവരുന്ന സാംസങ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് കമ്പനി ആയിക്കോട്ടെ, ഇവരൊന്നും ഡിസൈനിൽ ഒരു കാര്യമായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ ഇവരൊന്നും ശ്രമിക്കുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഫോണിൽ ഇത്ര നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവന്ന CMFനെ നമുക്ക് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ഈ ഫ്ലാഗ്ഷിപ്പുമായിട്ട് ഇതിൻ്റെ പെർഫോമൻസിനെ അല്ല കമ്പയർ ചെയ്യുന്നത്, ഇവർ ഈ ഡിസൈനിൽ കൊണ്ടുവരുന്ന ചേഞ്ചസും ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതെന്തായാലും നമ്മൾ CMFനെ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഇതിലൊരു അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ ഞാൻ ഇതിനെ പറയും. കാരണം ഇതിൽ വന്നിട്ടുള്ളത് ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതും LTPS ടെക്നോളജിയൊക്കെ ആയിട്ടാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ HDR10+ൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കമ്പനി പറയുന്നത്. ഈ പീക്ക് ബ്രൈറ്റ്നസ് ഒന്നും നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. നമ്മുടെ നോർമൽ യൂസേജിൽ 700 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂസിലൊക്കെ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസുമാണ് ഇതിൽ കിട്ടുന്നത്. ഈ നിറ്റ്സിൻ്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നോർമൽ യൂസ് കേസിൽ പറയുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വിക്കായിട്ട് തന്നെ ഓപ്പൺ ആകുന്ന ഒരു ഫിംഗർ പ്രിൻ്റാണുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ഒരു ബാറ്ററിയാണ്. 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണത്. അതുപോലെ തന്നെ ഒരു 5 വാട്ട്സിൻ്റെ റിവേഴ്സ് വൈഡ് ചാർജിങ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് അല്ല, വയർലെസ് സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഡിവൈസാണ്. ആ റിവേഴ്സ് വൈഡ് ചാർജിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇയർബഡ്സ് ഒക്കെ ചാർജ് ചെയ്യാം. ഇതിൻ്റെ Type-C കേബിൾ യൂസ് ചെയ്തിട്ട് ഇയർബഡ്സ് ഒക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു സിംഗിൾ ചാർജിൽ ഒരു 10 hours വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് മുമ്പ് മറ്റേ ബാക്ക് കേസ് റീപ്ലേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം പറയാൻ വിട്ട ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ബാക്ക് കേസൊക്കെ റിമൂവ് ചെയ്യാമെങ്കിലും ഇതിൻ്റെ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിന് നമുക്ക് സർവീസ് സെൻ്ററിൽ തന്നെ പോകേണ്ടി വരും. നത്തിങ് ഫോൺ 1ലും നത്തിങ് ഫോൺ 2ലും ഒക്കെയുള്ള നത്തിങ്ങിൻ്റെ തന്നെ OS ആയിട്ടുള്ള നത്തിങ് OS 2.6-ലാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. നല്ലൊരു OS ആണ്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് OS ആണ്. നല്ല സ്നാപ്പി ആയിട്ടുള്ള നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു OS തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഉണ്ടല്ലേ, നല്ല ഫാസ്റ്റായിട്ട് ഭയങ്കര ക്വിക്കാണ് ഈ OS. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ആഡ്സ് ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല. സാധാരണ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഏത് ഫോൺ എടുത്താലും ഫുൾ ആഡ്സ് ആയിരിക്കും. ആഡ്സ് ബ്ലൂടൂത്തും കാരണം നമുക്ക് ഫോൺ ഉപയോഗിക്കണമെങ്കിൽ 2 ദിവസത്തെ മെനക്കേടാണ് ഒന്ന് ഒഴിവാക്കി എടുക്കണമെങ്കിൽ. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്യുവർ ആൻഡ്രോയിഡ് സെറ്റപ്പിലുള്ള ഒരു OS ആണ്. അതുപോലെ തന്നെ കമ്പനി നമുക്ക് 2 വർഷത്തെ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈസ് ചെയ്യുന്നുണ്ട്. 6GB റാം 128GB ഇന്റർണൽ മെമ്മറിയിലാണ് ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത്. 8GB 128GBയുടെ വേറൊരു വേരിയൻറ്റും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ റാം എന്താണ്, അല്ലെങ്കിൽ റാം മാത്രമാണോ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാർഡിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അത് കൂടെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് 4nm TSMC പ്രോസസ്സിൽ വരുന്ന മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 5G എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഈ 4nm എന്താണ്, TSMC പ്രോസസ്സ് എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് പ്രോസസ്സേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചാനലിൽ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള മീഡിയാടെക് 7300 5G എന്ന് പറയുന്ന ചിപ്സെറ്റ് ആക്ച്വലി 7200 5G എന്ന് പറയുന്ന മീഡിയാടെക്കിൻ്റെ തന്നെ ചിപ്സെറ്റിനേക്കാളും പവർ കുറച്ച് കുറഞ്ഞ പ്രോസസ്സറാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കുറവൊന്നുമല്ല. അതെന്താ അങ്ങനെ വന്നേക്കുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ അങ്ങനെ വരാൻ സാധ്യതയില്ലാത്തതാണ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ക്യാമറയുടെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് ഒരു 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. അതുപോലെ തന്നെ ഒരു പോർട്രേറ്റ് സെൻസറാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു ക്യാമറ അല്ല, ഒരു പോർട്രേറ്റ് സെൻസറാണ്. പക്ഷേ ഒരു ക്യാമറ ഉള്ളതെന്ന് വെച്ചിട്ട് അത്ര മോശം ക്യാമറ ഒന്നുമല്ല കേട്ടോ. ഈ സെഗ്മെൻറ്റിൽ നല്ലൊരു ക്യാമറ തന്നെയാണിത്. സാധാരണ ഈ പല ഡിവൈസസിലും കണ്ടിരിക്കുന്ന പോലെ 4-5 ക്യാമറ ഒന്നുമില്ല. അതായത് ഈ അവർ വെറുതെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും അതുപോലെ തന്നെ അൾട്രാ വൈഡും ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പോലെ അവർ വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വെച്ചിരിക്കുന്ന ക്യാമറ നല്ല ക്യാമറ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. റിയർ ക്യാമറയിൽ നമുക്ക് 4K 30 FPS വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ 1080p 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബഡ്ജറ്റ്
സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. അതിൽ തന്നെ അൾട്രാ XDRൻ്റെ സപ്പോർട്ട്, അതിൽ തന്നെ സ്ലോ മോഷൻ, ഇങ്ങനെയുള്ള പല പരിപാടികളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓവറോൾ നല്ലൊരു ക്യാമറ തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. അതിൽ തന്നെ OISൻ്റെ സപ്പോർട്ടൊന്നും വരുന്നില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് EIS മാത്രമേ വരുന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡ് റേഞ്ച് ഫോൺസിലൊക്കെയാണ് നോർമലി OIS വരാറുള്ളത്. ഈ ഒരു സെഗ്മെൻറ്റിൽ അതും ഓക്കെ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിലൊരു നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ പെർഫോമൻസ് ഒരു മോണോ സ്പീക്കറാണ് വരുന്നത്. മോണോ സ്പീക്കർ എന്ന് വെച്ചാൽ അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം ലൗഡായിട്ടുള്ള സ്പീക്കർ തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റീരിയോ പെർഫോമൻസ് കിട്ടില്ല. അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് CMF ചെയ്തിട്ടുള്ളതായിരിക്കും. കാരണം ഇത്രയധികം ഫീച്ചേഴ്സ് വരുമ്പം എവിടെയെങ്കിലും അവർക്ക് കോസ്റ്റ് കട്ട് ചെയ്താലേ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഫോൺ തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ചാർജർ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് കേബിൾ മാത്രമേ കിട്ടുന്നുള്ളൂ, ചാർജർ വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഡിവൈസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ടോപ്പ് ഫോണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ നല്ലൊരു ചിപ്സെറ്റും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഫോൺ എടുത്താൽ പോലും അതിലിങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോൺ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണെങ്കിലും പല ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോൺ കണ്ടപ്പോൾ തന്നെ എനിക്കതൊന്ന് മേടിക്കണമെന്നും അല്ലെ ഒന്ന് റിവ്യൂ ചെയ്യണമെന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഒക്കെ തോന്നിയതിൻ്റെ കാര്യം ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഡിവൈസാണ്. ഈ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിലും നല്ലൊരു ഫോൺ എനിക്കിപ്പോൾ സജസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇനി കൂടുമെന്നറിയില്ല. കൂടുന്നതിന് മുമ്പ് മേടിക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് മേടിച്ചോളുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് CMF ഫോൺ 1നെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിനി ഒരുപാട് നല്ല വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോസസ്സേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫോർമേറ്റീവ് കണ്ടൻസ് നമ്മൾ ഇനി ഈ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഫോണിൻ്റെ എൻ്റെ ഒരു ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഫോൺ ഓൾറെഡി വാങ്ങിയിട്ടുള്ളവരോ ഇത് യൂസ് ചെയ്യുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലുള്ള റിവ്യൂസോ ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.